Hello friends, welcome to Prodigy Institute of Management Studies. ഞാൻ Ananthakrishna Iyer. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മാർച്ച് 21, 2023 നമ്മുടെ CMA ഇന്റർമീഡിയറ്റിന്റെ റിസൾട്ട് വന്നിരുന്നു അല്ലേ? അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ കുറെ അധികം സ്റ്റുഡൻസിന് പാസ്സാവാൻ സാധിച്ചിട്ടുണ്ടാവാം. ഐദർ സിംഗിൾ ഗ്രൂപ്പോ അല്ലെങ്കിൽ ബോത്ത് ഗ്രൂപ്പ് എഴുതിയിട്ട് നിങ്ങൾ CMA ഇന്റർമീഡിയറ്റ് പാസ്സായി കാണും അല്ലെ? അപ്പൊ അതിൽ തന്നെ നമുക്ക് അറിയാം നിരവധി സ്റ്റുഡൻസിന് മേ ബി പാസ്സാവാൻ പറ്റിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഗ്രൂപ്പ് പാസ്സായിട്ടുണ്ടാകും, അടുത്ത ഗ്രൂപ്പിന് വേണ്ടി അറ്റൻഡ് ചെയ്യുന്നവരായിരിക്കാം അല്ലെ? അപ്പോ വാട്ട് എവർ ബി ദ സിറ്റുവേഷൻ, നമുക്ക് ഈ വരുന്ന അറ്റംപ്റ്റിൽ, അതായത് ജൂലൈ 1 മുതൽ CMAയുടെ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ ഈ വരുന്ന അറ്റംപ്റ്റിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റാത്തവരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അത് ക്ലിയർ ചെയ്യണം അല്ലെ? അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എക്സാം എഴുതിയപ്പോൾ നമുക്ക് എന്തോ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തതിലോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത മെത്തേഡിലോ നമ്മൾ പഠിച്ച ഒരു മെത്തേഡിലോ എന്തെങ്കിലും ഒരു പോരായ്മ വന്നത് കൊണ്ടായിരിക്കാം മേ ബി നമുക്ക് ക്ലിയർ അപ്പ് ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ അത് പരിഹരിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ വരുന്ന അറ്റംപ്റ്റിൽ, അതായത് ജൂലൈ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന CMA എക്സാംസിന് നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ഔട്ട്പുട്ട് കൊടുക്കണം. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വരുന്ന എക്സാംസിന് പാസ്സാവാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് ഈ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് പ്രൊഡിജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന CMA ഇന്റർമീഡിയറ്റിന്റെ എക്സാംസിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് കുറച്ച് ക്രാഷ് കോഴ്സസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ക്രാഷ് കോഴ്സസ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം കുറെ അധികം സ്റ്റുഡൻസ് മേ ബി സെൽഫ് സ്റ്റഡി ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ട്രെയിനിങ്ങിന് പോയിക്കൊണ്ട് ട്രെയിനിങ് ചെയ്തുകൊണ്ട് തന്നെ മേ ബി പഠിക്കുന്നവരാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് നമ്മൾ പഠിത്തത്തിലേക്ക് വേണ്ടി സമയം മാറ്റി വെച്ച സ്റ്റുഡൻസ് ആയിരിക്കാം അല്ലെ? അപ്പൊ ഒരു പ്രാവശ്യം നിങ്ങൾ എഴുതി അറ്റംപ്റ്റ് ചെയ്തു കിട്ടാത്തവരാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിന്റെ അല്ലെങ്കിൽ നമ്മളൊരു മെന്ററുടെ ഒരു ഗൈഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എക്സാം അപ്രോച്ച് ചെയ്യാമെന്നും എങ്ങനെ എക്സാമിന് ആൻസേഴ്സ് കൊടുക്കാമെന്നും എങ്ങനെ സക്സസ്ഫുള്ളി നമുക്ക് പാസ്സാവാൻ പറ്റും എന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും അല്ലെ? അപ്പോ ഇങ്ങനെയൊക്കെയുള്ള കുറെ യൂസസ് നമുക്ക് എന്തുണ്ടാവും? ചില റിവിഷൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടാവും. ഓക്കെ, അപ്പോ പ്രൊഡിജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഈ വരുന്ന ജൂലൈ അറ്റംപ്റ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് കുറച്ച് ക്രാഷ് ബാച്ചസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് 1 by 1 ആയിട്ട് ഞാനൊന്ന് നിങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രൂപ്പ് 1 സബ്ജക്ട്, അതായത് ഗ്രൂപ്പ് 1 ലോ ആൻഡ് എത്തിക്സ് എന്ന് പറഞ്ഞ പേപ്പറിന്റെ ഒരു ക്രാഷ് ബാച്ചസ് ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന്റെ ടൈമിംഗ് വരുന്നത്, ക്ലാസിന്റെ ടൈമിംഗ് വരുന്നത് ഈവനിങ് 7 PM to 9 PM ആണ് ക്ലാസിന്റെ ടൈമിംഗ് വരുന്നത്. അറൌണ്ട് 40 to 45 hours ആയിരിക്കും ക്ലാസിന്റെ ഹവേഴ്സ്, അതായത് ടോട്ടൽ ഹവേഴ്സ് വരിക. അതിന് ഫീസ് ആയിട്ട് 650 rupees ആണ് വരുന്നത്. നിങ്ങൾക്ക് ഈ ക്രാഷ് കോഴ്സിന്റെ ഭാഗമായിട്ട്, അതായത് ലോ ആൻഡ് എത്തിക്സ് എന്ന് പറഞ്ഞ പേപ്പർ നമുക്കറിയാം കുറച്ച് ലെങ്തി ആയിട്ടുള്ള പേപ്പേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഷോർട്ടായിട്ട് ഈ പറയുന്ന തിയറി പേപ്പർ ആയതുകൊണ്ട് തന്നെ വളരെ ഷോർട്ടായിട്ട് നോട്ട്സ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ അത് വളരെ എളുപ്പമാവും അല്ലെ? അപ്പം ഈ ക്രാഷ് കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സസ് ഹാൻഡിൽ ചെയ്യുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റി ഗീതു ജി നായർ ആണ്. ഗീതു മാം ആണ് ക്ലാസ്സസ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോ ലോ ആൻഡ് എത്തിക്സ് എന്നുള്ള പേപ്പറിൽ നിങ്ങൾക്ക് കുറച്ച് ഹെൽപ്പ് വേണം, അല്ലെങ്കിൽ ഒരു ഷോർട്ടായിട്ട് എങ്ങനെ പഠിക്കാം, എങ്ങനെ സക്സസ്ഫുള്ളി നമുക്ക് ഈ പേപ്പർ എഴുതാം, എക്സാംസിന് എങ്ങനെ പ്രസന്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, നിങ്ങൾക്ക് റിവിഷനിൽ നിങ്ങൾക്ക് ഹെൽപ്പ് വേണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ലോ ആൻഡ് എത്തിക്സിന്റെ ക്രാഷ് ബാച്ചിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഫീസ് വരുന്നത് 650 rupees ആണ്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് April 10th മുതലായിരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഈ ലോ ആൻഡ് എത്തിക്സ് എന്നുള്ള പേപ്പറിന്റെ ഒരു ഡെമോ സെഷൻ, അതായത് നിങ്ങൾക്ക് ഒരു ഡെമോ കണ്ടിട്ടാണ് ക്ലാസ് എടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഡെമോ സെഷൻ പ്രൊഡിജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഡെമോ സെഷന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ എല്ലാവരും അത് വ്യൂ ചെയ്ത് നോക്കുക. ഓക്കെ, ദെൻ അടുത്തത് ഗ്രൂപ്പ് 1 തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ള പേപ്പറിന്റെ ക്രാഷ് ബാച്ചസ് ആണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് April 16th മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബോത്ത് 2016 ആസ് വെൽ ആസ് 22 സിലബസ് പഠിക്കുന്നവർക്കും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ലോ ആൻഡ് എത്തിക്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിലും 2 സിലബസുകാർക്കും, അതായത് 2016 അതേപോലെ തന്നെ 2022 സിലബസ് പഠിക്കുന്നവർക്കും ഈ ക്രാഷ് ബാച്ചസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. രണ്ടുപേരുടെയും 2 സിലബസ് പഠിക്കുന്നവരെയും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് ക്രാഷ് ബാച്ചസ് എടുക്കുന്നത്. ഓക്കെ, അപ്പോ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ കേസിലേക്ക് വന്നാൽ April 16th മുതലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈവനിങ് ബാച്ച് ആയിട്ടും
അതേപോലെ സൺഡേ ബാച്ചസ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈവൻ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ട് CMA കോഴ്സ് പഠിക്കുന്നവരാണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഈ ക്ലാസ്സസിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഫീസ് വരുന്നത് 790 റുപ്പീസ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ള പേപ്പറിന്റെ ക്രാഷ് കോഴ്സിന്റെ ഫീസ് ആയിട്ട് വരിക. അറൌണ്ട് 40 to 45 അവേഴ്സ് ആയിരിക്കും ക്ലാസിന്റെ ഡ്യൂറേഷൻ വരിക. ഓക്കെ, ക്ലാസ്സസ് ഹാൻഡിൽ ചെയ്യുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റി അപർണ ബിജു ആണ് ക്ലാസ്സസ് ഹാൻഡിൽ ചെയ്യുന്നത്. സോ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ പറയുന്ന ക്രാഷ് കോഴ്സുകളുടെ എല്ലാം ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫോം എന്ന് നമുക്ക് പറയാം. ആ രജിസ്ട്രേഷൻ ഫോമിൽ നിങ്ങളുടെ ഡേറ്റ കൊടുത്ത് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ക്രാഷ് കോഴ്സസിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് നിലവില് ഗ്രൂപ്പ് 1 നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്രാഷ് കോഴ്സസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഗ്രൂപ്പ് 2 ഒരു സബ്ജക്റ്റിന്റെ ക്രാഷ് ബാച്ചും എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊഡിജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഓഡിറ്റിംഗ് എന്നുള്ള പേപ്പർ. ഓക്കെ, ഗ്രൂപ്പ് 2 ഓഡിറ്റിംഗ് എന്നുള്ള പേപ്പറിന്റെ ക്രാഷ് ബാച്ചസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് April 21 മുതലാണ്. April 21 മുതലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് മോർണിംഗ് ബാച്ച് ആയിരിക്കും. അപ്പൊ ഈവൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വർക്കിന് പോകാം. ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ട്രെയിനിങ്ങിന് പോകാം അല്ലെ. അപ്പോൾ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ക്ലാസിന്റെ ഡ്യൂറേഷൻ വരുന്നത് ഏകദേശം 20 മുതൽ 25 അവേഴ്സ് ആയിരിക്കും വരിക. ഫീസ് വരുന്നത് 350 റുപ്പീസ് ആണ്. ക്ലാസ് ഹാൻഡിൽ ചെയ്യുന്നത് ജോവാസ് എം ജോഷുവ എന്നുള്ള ഫാക്കൽറ്റിയാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റിയാണ്. 2 സിലബസും നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഈ പേപ്പേഴ്സ് എടുക്കുക. ഓക്കെ, അപ്പോ ഓഡിറ്റിംഗ് എന്നുള്ള പേപ്പറിന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഈസി സ്റ്റഡിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നിലവില് പ്രൊഡിജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ലോഞ്ച് ചെയ്തിട്ടുള്ള ക്രാഷ് ബാച്ചസിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇതിൽ കൂടുതൽ ക്രാഷ് ബാച്ചസ്, അതായത് ഇത്രയും ക്രാഷ് ബാച്ചസ് ഏപ്രിൽ മന്തിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ്. ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്രാഷ് ബാച്ചസ് ആണ്. കൂടുതൽ ക്രാഷ് ബാച്ചസും നിങ്ങളുടെ കയ്യിലേക്ക് എത്തും. അതായത് ബാക്കിയുള്ള സബ്ജക്ട്സിന്റെയും നിങ്ങൾക്ക് ഉടനെ തന്നെ ക്രാഷ് ബാച്ചസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ ഇത്രയും ക്രാഷ് ബാച്ചസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു രജിസ്ട്രേഷൻ ഫോം കൊടുത്തിട്ടുണ്ട്. ആ റെസ്പെക്റ്റീവ് ക്രാഷ് ബാച്ചസിന്റെ രജിസ്ട്രേഷൻ ഫോംസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ രജിസ്ട്രേഷൻ ഫോമിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, ഈ ക്രാഷ് ബാച്ചസ് അറ്റൻഡ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും വേണ്ടത് ഈ വരുന്ന അറ്റംപ്റ്റിൽ, അതായത് CMA ഇന്റർമീഡിയറ്റിൽ ഈ ജൂലൈയിൽ വരുന്ന അറ്റംപ്റ്റിൽ നമുക്ക് പാസ്സാവണം എന്നുള്ളതാണ് എല്ലാവരുടെയും ഉദ്ദേശം. അപ്പൊ അത് പാസ്സാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡ് എന്നുള്ള നിലയ്ക്ക് ഈ ക്രാഷ് കോഴ്സസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. സോ എന്ത് ചെയ്യാം, നിങ്ങൾ ക്രാഷ് ബാച്ചസ് അറ്റൻഡ് ചെയ്യുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക. നമുക്ക് ഈ വരുന്ന അറ്റംപ്റ്റിൽ നമുക്ക് CMA ഇന്റർമീഡിയറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ട് മാറാൻ സാധിക്കണം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും എന്റെ എല്ലാ വിഷസും അറിയിക്കുന്നു. താങ്ക് യു all.